കാര്യം എന്താ വിഷയം? സ്ത്രീ കാമുകിയോട്. അപ്പൊ പൈങ്കിളിയാ? എനിക്ക് താല്പര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ ആശാനെ. ആശാന് സ്ത്രീ എന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ ഷോപ്പിലെ സാരി ചുറ്റിയ ബൊമ്മയാ. എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള സ്ത്രീ ഒരു പനിനീർ പുഷ്പമാണ്. പനിനീർ പൂവിതളിൽ ഇടറും തേൻ കണമോ, ഇളമാൻ കൺകളിയിൽ വിരിയും പൂങ്കനവോ. ഇവിടെ നിമ്മാതിരി കവിത എഴുതാനാ നിന്റെ പ്ലാനെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകും. ഇന്നേതായാലും പോണ്ട. ഞാൻ ആശാനെ കുറുപ്പ് സാറിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഏറ്റിട്ടുണ്ട്. അല്ല, എന്നെ വിട്ടിട്ട് ആശാൻ എവിടെ പോകുന്നാ പറഞ്ഞത്? ആശാൻ ഇവിടെ നിന്ന് പോയാൽ ഞാൻ മറ്റേ തണ്ടിലേറ്റിയ ശവത്തിന്റെ താളമായി പോയില്ലേ, ശവതാളം. എനിക്ക് മറ്റവനാ വേണ്ടത്, ആ ബഹളം, ജീവതാളം. ബുദ്ധിമുട്ടാ. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത, അങ്ങു കിഴക്കത്തെ ചെന്താമരക്കുളിരിന്റെ ചീറ്റില്ല തറയില് പേറ്റുനോവിൽ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തക തകത. ചതിച്ചില്ലേ നീരാളി ചതി ചതിച്ചില്ലേ നീ ചതിച്ചേ തക തകത. മാനത്തുയർന്ന മനക്കൊട്ടയല്ലേ തകർന്നേ തക തകത. തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തക തകത. മാനത്തുയർന്ന മനക്കോട്ടയല്ലേ തകർന്നേ തക തകത. തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തക തകത. കാറ്റിന്റെ ഉലച്ചിലിൽ ഒരു വള്ളിക്കുരുക്കിൽ കുരലൊന്നു മുറുകി തടിയൊന്നു ഞെരിഞ്ഞു ജീവൻ ഞരങ്ങി തക തക. ഇത്ര വെറുപ്പാണോ ജീവിതത്തോട്? അതറിഞ്ഞിട്ട് സഹതപിക്കാൻ പോവാണ്. ഒരു പട്ടിയുടെ സഹതാപം എനിക്ക് ആവശ്യമില്ല. ഇച്ചിരിടോ മതി ആശാനെ, ഒരുപാടായി. എന്തോന്ന് ഒരുപാടായി? ഇത്ര നേരം അയറി വിളിച്ചതിനായില്ല. ചക്കാത്തിനല്ല ഞാൻ കവിത ചൊല്ലിയത്. ഒഴിയടോ.